കൊടുക്കാൻ പോകുന്ന മരുന്നുകളെക്കാൾ ഭേദം രോഗിയുടെ രോഗമാണ് എന്ന അവസ്ഥയിലുള്ള മരുന്നല്ലാത്ത ഒരു മരുന്നും നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലില്ല. കാരണം എല്ലാം രാസവിഷങ്ങളാണ്. ഉപയോഗിച്ചാൽ കുഴപ്പം ഉറപ്പുള്ള മരുന്നുകളല്ലാതെ കുഴപ്പമില്ലാത്ത ഒരു മരുന്ന് പോലും അലോപ്പതിക്കാരൻ്റെ കയ്യിലില്ല. പിന്നെ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരൊറ്റ മരുന്നാണ് അലോപ്പതിക്കാരൻ്റെ കയ്യിൽ കുഴപ്പമില്ല ധാരണയോടെ ഉപയോഗിക്കാനുള്ളത്. അത് ചാർക്കോളാണ്, കരി. ഈ പഴങ്ങളും മറ്റുമൊക്കെ കരിച്ച ഒരു സാധനമുണ്ട്. അതാകട്ടെ ഇന്ത്യയിൽ വിൽക്കുന്നുമില്ല. മെർക്ക് കമ്പനിക്കുണ്ട്, ഇന്ത്യയിലൊന്നുമില്ല. തായ്ലാൻഡിൽ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. കാരണം നല്ലൊരു വയറുവേദന വരുന്നു, ഈ ചാർക്കോൾ എടുത്ത് 2 കഴിച്ചാൽ ആ വിഷാംശങ്ങളെല്ലാം അത് വലിച്ചെടുത്ത് ആ വയറുവേദനയൊക്കെ മാറും. വയറിളക്കം ഉള്ളപ്പോഴൊക്കെ കൊടുക്കാവുന്ന സാധനമാണ്. പക്ഷെ അങ്ങനെ നമ്മുടെ നാട്ടിൽ കൊടുക്കാത്തത് എന്താ വെച്ചാൽ, ഈ 2 രൂപയുടെ കരിയെടുത്ത് കഴിച്ചാൽ 20,000 രൂപയുടെ ഓപ്പറേഷൻ അങ്ങ് മാറിപ്പോകും, അത് വേണ്ടാന്നാകും. അതുകൊണ്ട് അത് കൊടുത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് ആശുപത്രിയുടെ വരുമാനം കുറയ്ക്കാൻ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഈ ചാർക്കോൾ എന്ന് പറഞ്ഞ ഏക നിരുപദ്രവ സാധനം നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് ചെയ്യാത്തത്, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഡോക്ടറെ പോലുള്ളൊരു നിസ്സഹായൻ, ചികിത്സ എന്നുള്ള അനാചാരം എന്ന് പറയുന്നത്, രോഗം എന്നുള്ളത് ഒരു ശരീരത്തിന്റെ, ആരോഗ്യമുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ്. ഇപ്പോൾ ക്യാൻസർ പിടിച്ചൊരു രോഗി വേറൊരു രോഗം വരാറില്ലല്ലോ. ആ ക്യാൻസർ കൊണ്ട് അങ്ങ് ചത്തുപോകുന്നതല്ലാതെ ആ ക്യാൻസറിനിടയ്ക്ക് ആ ആളെ വേറൊന്നും കയറി പിടിക്കുന്നില്ല. എന്നാൽ ക്യാൻസർ പിടിച്ചിരിക്കുന്ന ആളെ വിവിധ രോഗങ്ങൾ കയറി പിടിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടതല്ലേ. ആ ക്യാൻസറിന്റെ വേദനയിൽ ഇങ്ങനെ കിടക്കുമെന്നല്ലാണ്ട് മറ്റുള്ള രോഗങ്ങൾ കയറി വന്ന് കഷ്ടപ്പെടുത്താറില്ല. എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ രോഗങ്ങൾക്ക് ഒരന്തസ്സുണ്ട്, മരുന്നിനാണ് അന്തസ്സില്ലാത്തത്.